മലപ്പുറം കുറ്റിപ്പുറത്തെ ബസ് അപകടത്തിൽ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ ബസ്സിൽ 30ഓളം പേർ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാലും നാട്ടുകാരുടെയും മറ്റ് സന്നദ്ധ ഫയർഫോഴ്സിന്റെയും പോലീസുകാരുടെയും അടക്കം ഒരു രക്ഷാപ്രവർത്തനത്തിലാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം അടക്കം വേഗത്തിലാക്കാൻ സാധിച്ചത്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. പോലീസിന്റെ പ്രാഥമിക നിഗമനം അല്ലെങ്കിൽ പോലീസിന്റെ പ്രതികരണം അടക്കം വന്നാൽ മാത്രമാണ് മറ്റ് കൂടുതൽ വിവരങ്ങളടക്കം പുറത്തു വരികയുള്ളൂ. എന്തായാലും ബസ് ഡിവൈഡറിലിടിച്ച തല കീഴായി മറിഞ്ഞാണ് അപകടം സംഭവിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അമിത വേഗതയായിരിക്കും ബസ് അപകടത്തിന് കാരണമെന്നടക്കമുള്ള ഒരു സംശയമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ മുൻപിൽ പോകുകയായിരുന്നു ഒരു കാറിലിടിച്ചാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത്. ഏതായാലും കാറും പൂർണ്ണമായും തകർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിലടക്കം വ്യക്തമാകുന്നത് ബസ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ബസ്സിലുള്ള മുഴുവൻ പേർക്കും പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൽ 3 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. അവരുടെ ആരോഗ്യനില അടക്കം വല്ല പുരോഗതി ഉണ്ടോ എന്നതിനെ തുടർന്നുള്ള വിവരങ്ങളടക്കം അറിയേണ്ടതുണ്ട്. സ്വാലി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സ്വാലി, ഈ നാട്ടുകാരുടെയും മറ്റ് സന്നദ്ധ സംഘടനകളെ അടക്കം സഹായത്തെ തുടർന്നായിരുന്നു ഈ രക്ഷാപ്രവർത്തനമടക്കം വേഗത്തിലാക്കാൻ സാധിച്ചത്. മാത്രമല്ല, ഇനി എങ്ങനെയാണ് ഗുരുതര പരിക്കുകളോടെ തുടരുന്നവരുടെ ആരോഗ്യനിലയിൽ മെച്ചം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, പുരോഗതി ഉണ്ടോ എന്നതടക്കം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതിൽ എന്തായാലും പോലീസിന്റെ അടക്കം പ്രതികരണം തേടേണ്ടതുണ്ട് അല്ലേ? േറ്റവരെ മുഴുവൻ ആശുപത്രികളിലേക്ക് എത്തിച്ചതേ ഉള്ളൂ. ഈ അപകടത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ്. നമുക്ക് ഈ അപകടമുണ്ടായത് ഈ വാഹനത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത് ഒരു ഓട്ടോറിക്ഷയാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഒരു കാറിന് മുകളിലേക്ക് ഈ വാഹനം മറിഞ്ഞത്. ഈ കാർ നേരത്തെ അപകടത്തിൽപ്പെട്ട് വഴിയിൽ നിന്ന് സൈഡിലേക്ക് നീക്കി വെച്ചതാണ്. ആ കാറിന് മുകളിലേക്ക് ബസ് മറിഞ്ഞു വീഴുകയായിരുന്നു. കാറിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. അത് ഒരാഴ്ച മുൻപേ അപകടത്തിൽപ്പെട്ട വാഹനമാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം നിയമവിരുദ്ധമായി ഈ 6 വരി പാതയിലേക്ക് ഓട്ടോറിക്ഷ കയറുന്നതിന് അനുമതിയില്ല. ഈ റോഡിലേക്ക് ഓട്ടോറിക്ഷ പെട്ടെന്ന് കയറിയതാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാക്കാൻ കാരണമായത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ അപകടത്തിൽപ്പെട്ടത് 26 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് കാര്യമായ പരിക്കുകളില്ല. 20 പേർക്ക് പരിക്കുകളുണ്ട്. അത് കാര്യമായ പരിക്കുകളില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. അവര് തൊട്ടടുത്തുള്ള അതിൽ 4 പേർ താലൂക്ക് ആശുപത്രിയിലും ബാക്കിയുള്ളവർ കോട്ടക്കലിലെ 2 സ്വകാര്യ ആശുപത്രികളിലായുമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം ഒരാളുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അയാളുടെ പേര് വിവരം ലഭ്യമായിട്ടില്ല. ഈ മൃതദേഹം ഇപ്പോഴുള്ളത് കുറ്റിപ്പുറത്തെ താലൂക്ക് ആശുപത്രിയിലാണ്. രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. ബസ് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ക്രെയിൻ ഉപയോഗിച്ച ബസ് ഈ റോഡിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ തരത്തിലുള്ള ഈ സംഭവ സ്ഥലത്ത് മറ്റ് ആശങ്കകളൊന്നുമില്ല. പോലീസ് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ്. എന്താണ് ഈ ഒരു അപകട കാരണം, അമിത വേഗതയുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നിയമവിരുദ്ധമായി 26 പേരാണ് ബസ്സിലുണ്ടാകുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അടക്കം പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നാട്ടുകാരുടെയും മറ്റ് സംഘടനകളെ അടക്കം സഹായത്തോടെയായിരുന്നു രക്ഷാപ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചത്. എന്തായാലും സ്ഥലത്ത് ഗതാഗതക്കുരുക്കടക്കം ഈ അപകടത്തെ തുടർന്ന് നിന്നിരുന്നു. എന്നാൽ അത് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഗതാഗതം അടക്കം എന്ന വിവരമാണ് സ്വാലിഹ് പങ്കുവച്ചിരുന്നത്. സ്വാലിഹ്, എന്തായാലും ഈ അപകടത്തിൽ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ മരണപ്പെട്ടയാളുടെ പേര് വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? മാത്രമല്ല, ഇതിൽ അപകടത്തിൽപ്പെട്ട ചികിത്സയിൽ കഴിയുന്നവരുടെ അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചവരുടെ ആരോഗ്യനിലയിൽ പുരോഗതി എന്തെങ്കിലും ഉണ്ടോ സ്വാലിഹ്? തീർച്ചയായും ഈ അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 26ഓളം പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 20 പേരെയും വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് കോട്ടക്കലിലെ ആശുപത്രികൾ, അതോടൊപ്പം തന്നെ കുറ്റിപ്പുറത്തെ താലൂക്ക് ആശുപത്രിയും സ്വകാര്യ ആശുപത്രിയും ഉൾപ്പെടെയുള്ള ചികിത്സാ സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഈ വാഹനത്തിൽ നിന്ന് തെറിച്ച് വീണവരാണ് ഇവർ 3 പേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. വാഹനം തലകീഴായി മറിഞ്ഞ് ഈ ഡിവൈഡറിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞ വാഹനം നെടുകെ മുറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്ര വലിയ ഒരു അപകടമാണ് നടന്നിട്ടുള്ളത്. നിയമവിരുദ്ധമായി ഒരു ഓട്ടോറിക്ഷ ഈ 6 വരി പാതയിലേക്ക് പ്രവേശിച്ചതാണ് ഈ അപകടത്തിന് കാരണം. അത് ഈ ഓട്ടോറിക്ഷയിൽ ഈ വാഹനം ഇടിച്ച് നിയന്ത്രണം തെറ്റി ഡിവൈഡറിൽ കയറി മറിഞ്ഞു വീഴുകയായിരുന്നു.
വലിയ അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ 20 പേരുടെയും നില ഇപ്പോൾ ആശ്വാസകരമാണ്. 3 പേർക്ക് മാത്രമാണ് ഗുരുതരമായ പരിക്കുകൾ ഉള്ളത് എന്നാണ് ആശുപത്രി അധികൃതരും പോലീസും എല്ലാം പറയുന്നത്. ഈ ദൃക്സാക്ഷികളും രക്ഷാപ്രവർത്തന